നമസ്കാരം. ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ ഏറ്റവും വിപണി മൂല്യമുള്ള ടൂർണമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് 50 ഓവർ വേൾഡ് കപ്പോ T20 വേൾഡ് കപ്പോ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പോ ഒന്നുമല്ല. അത് ഇന്ത്യയുടെ സ്വന്തം ആഭ്യന്തര ക്രിക്കറ്റ് ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗാണ്. 2008 ആരംഭിച്ച് ഇപ്പോൾ 2026 എത്തി നിൽക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് തീർച്ചയായും ഒരു വിജയഗാഥ തന്നെയാണ്. ഒട്ടനേകം മികച്ച കളിക്കാരെ ലോക ക്രിക്കറ്റിനും വിശിഷ്യ ഇന്ത്യൻ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിനും സംഭാവന ചെയ്തിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യൻ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ആ അർത്ഥത്തിലെല്ലാം നോക്കുമ്പോൾ ഒരു ഗംഭീര വിജയം തന്നെ ആയിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ്, പക്ഷേ ചില കാര്യങ്ങളിൽ ചില തിരുത്തലുകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും വരുത്തിക്കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റിൻ്റെ വളർച്ചയെ കുറേ കൂടി സഹായിക്കുന്ന ഒരു ടൂർണമെൻറ്റായി മാറും. അതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, 2008 ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക ക്രിക്കറ്റിൽ ഒരു ലീഗ് സംവിധാനം ഉണ്ടായിരുന്നില്ല. ബൈലാറ്ററൽ, ട്രൈലാറ്ററൽ, പിന്നെ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന വേൾഡ് കപ്പ്, ഇതായിരുന്നു ക്രിക്കറ്റിൻ്റെ ഒരു ഘടന. രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, അതിനുശേഷം ടൂർണമെൻറ്റുകൾ നടക്കുന്നു, വേൾഡ് കപ്പ് നടക്കുന്നു, ആ രീതിയിലേക്ക് പോകുന്നു. 2008 യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളുടെ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഫ്രാഞ്ചൈസി ലീഗുകളുടെ ഒക്കെ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുകയാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചു, അതൊരു വലിയ വിജയമായി എന്ന് കണ്ടതിന് ശേഷം മറ്റ് ക്രിക്കറ്റ് രാജ്യങ്ങൾ, ആദ്യം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും, അതിനുശേഷം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും ബംഗ്ലാദേശും പാകിസ്ഥാനും, അതിനുശേഷം വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക അടക്കം ക്രിക്കറ്റ് ലീഗ് നടത്തുകയാണ്. ഇങ്ങനെ ക്രിക്കറ്റ് ലീഗുകളുടെ എണ്ണം പിരിഞ്ഞതോടുകൂടി ഒരു വർഷത്തെ ക്രിക്കറ്റ് കലണ്ടറുകളിൽ ഒഴിവായിരിക്കുന്ന ഡേറ്റുകളുടെ എണ്ണം വളരെയധികം കുറയുകയും ഇത് ബൈലാറ്ററൽ, ട്രൈലാറ്ററൽ ടൂർണമെൻറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ഉണ്ടായി. മറ്റൊന്ന് സംഭവിച്ചത്, ഈ ക്രിക്കറ്റിന് വലിയ തോതിൽ ജനകീയത ഇല്ലാത്ത പല രാജ്യങ്ങളിലും ക്രിക്കറ്റിൻ്റെ ജനകീയത ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ടീമിൽ കളിക്കാതെ തന്നെ അവർക്ക് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ മാറുകയും വളരെ നേരത്തെ തന്നെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള പല കളിക്കാരും അന്തർദേശീയ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. മറ്റൊരവസ്ഥയാണ്, ഒരുപാട് ലീഗുകൾ, ക്രിക്കറ്റ് ലീഗുകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ IPL ഉണ്ട്, ഓസ്ട്രേലിയ ബിഗ് ബാഷ് ഉണ്ട്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടെ ലീഗുണ്ട്. പക്ഷേ ഈ ലീഗുകളിലെല്ലാം തന്നെ ഒരു കളിക്കാരൻ പല ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നു. ഈ ലീഗുകളൊന്നും തമ്മിൽ ബന്ധമില്ലാതാവുന്നു. 2 മാസം കൊണ്ട് IPL നടക്കുന്നു, IPL ഒരു കളിക്കാരൻ കളിക്കുന്നു എന്ന് കരുതുക. പിന്നീട് ആ കലണ്ടറിലെ തന്നെ, ആ ക്രിക്കറ്റിംഗ് കലണ്ടറിൽ തന്നെ മറ്റേതെങ്കിലും 2 മാസമായിരിക്കും ബിഗ് ബാഷ് നടക്കുന്നത്. അപ്പോൾ ഈ IPL 2 മാസം ഒരു കളിക്കാരൻ ഇവിടെ കളിക്കുന്നു, അതിനുശേഷം 2 മാസം അയാൾ ബിഗ് ബാഷിന് വേണ്ടി കളയുന്നു. ഈ സമയത്തെല്ലാം അന്തർദേശീയ ക്രിക്കറ്റ് കളിക്കാനുള്ള സമയമാണ് ആ കളിക്കാരനെ സംബന്ധിച്ച് ഇല്ലാതായി പോകുന്നത്. ഇനി അഥവാ അയാൾ അന്തർദേശീയ കളികൾ കളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ ലീഗ് അയാൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നു. ഈ ലീഗുകൾ തമ്മിൽ ബന്ധമില്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്ത് നടക്കുന്ന പല ലീഗുകളൊന്ന് ക്രോഡീകരിക്കാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഈ ഓരോ ലീഗും കളിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതിന് കുറച്ചുകൂടി ഒരു പർപ്പസും മൂല്യവും വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ആ രീതി നടത്തിക്കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റിംഗ് കലണ്ടറിൽ ലീഗുകളെല്ലാം ഒരു സമയം നടന്നു തീരുകയും പിന്നീട് മിച്ചമുള്ള സമയം വിശാലമായ രീതിയിൽ അന്തർദേശീയ ക്രിക്കറ്റ്, ബൈലാറ്ററൽ, ട്രൈലാറ്ററൽ സീരീസുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന സാഹചര്യവും ഉണ്ടാകും. മറ്റൊരു ചെറിയ മാറ്റം വരുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ ഒരു IPL ടീമിൽ പ്ലേയിങ് 11-ൽ മിനിമം 7 ഇന്ത്യക്കാരുണ്ടായിരിക്കണം, 4 പേർ മാത്രമേ വിദേശികൾ പാടുള്ളൂ. ഇത് IPL തുടങ്ങിയ ഘട്ടത്തിൽ 8 ടീം മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഫോർമുലയാണ്. പക്ഷേ പിൽക്കാലത്ത് കൂടുതൽ നഗരങ്ങൾ IPL ഫ്രാഞ്ചൈസികളായി മാറുകയും കൂടുതൽ ടീമുകൾ IPLലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ടീമുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ കൂടുതൽ ഇന്ത്യൻ കളിക്കാർക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്ന അവസ്ഥയും ഉണ്ടായി. ഇന്ത്യൻ കളിക്കാർക്ക് പരമാവധി അവസരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 7 കളിക്കാർ നിബന്ധന കൊണ്ടുവന്നത് തന്നെ. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ടീമുകളുടെ എണ്ണം കൂടിയതോടുകൂടി നമ്മൾ ഈ 7 ഇന്ത്യക്കാർ എന്നുള്ളതിൽ മാറ്റി ഒരു 6 ആക്കി കുറച്ച് കഴിഞ്ഞാൽ കുറേ കൂടി വിദേശ താരങ്ങൾക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിക്കാൻ പറ്റുന്നതും അത് ലീഗിൻ്റെ ആകത്തുകയായിട്ടുള്ള ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതും
ഈ പല അസോസിയേറ്റ് രാജ്യങ്ങളിലുള്ള കളിക്കാർക്ക് കളിക്കാനുള്ള കുറച്ചുകൂടി ഇടം ലഭിക്കുകയും ചെയ്യും. അവർ സാമ്പത്തികമായി ഉയർന്നു കഴിഞ്ഞാൽ അവരുടെ അസോസിയേറ്റ് രാഷ്ട്രങ്ങളിൽ ക്രിക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ള ജനകീയത, ഇപ്പോൾ സ്കോട്ട്ലൻഡ് പോലെ, നെതർലൻഡ്സ് പോലെ, ഏറ്റവും ഒടുവിൽ ഇറ്റലി പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള കളിക്കാർക്ക് ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ IPL കളിക്കാനും അതുവഴി കുറച്ചുകൂടി പ്രശസ്തരാകാനും ആ പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ അതത് രാജ്യങ്ങളിൽ ക്രിക്കറ്റിൻ്റെ ജനകീയത വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഈ കലണ്ടറിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും വിദേശ താരങ്ങളുടെ എണ്ണത്തിൽ ഉള്ള ചെറിയ മാറ്റങ്ങളും ലോകത്തിൽ നിലനിൽക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകളെല്ലാം കൂടി ഒരു കുടക്കീഴിൽ ഒരു സംവിധാനത്തിനുള്ളിൽ വരുന്ന നയം കൂടിയൊക്കെ ICC സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം അന്തർദേശീയ ക്രിക്കറ്റിനെ ശക്തമായി, ടെസ്റ്റ് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ ക്രിക്കറ്റിനെ ശക്തമായി അവിടെ നിലനിർത്താനും സാധിക്കും. അതോടൊപ്പം ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾക്ക് കുറേ കൂടി മൂല്യവും പർപ്പസും ഉദ്ദേശവും നൽകാനും സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ ഒരു കളിക്കാരൻ ഇപ്പോൾ അവരുടെ പ്രൈം ടൈമിൽ ഗെയിലും പൊള്ളാടും പോലുള്ള വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാർ പല ലീഗുകളിൽ കളിച്ചിരുന്നു. അവർ ഒരേ സമയം IPL ഒരു ടീമിൽ കളിക്കും, ബിഗ് ബാഷിൽ മറ്റൊരു ടീമിൽ കളിക്കും, കരീബിയൻ ടീമിൽ വേറൊരു ടീമിൽ കളിക്കും. ഇതൊന്നും തമ്മിലൊരു ബന്ധമില്ല. ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്നത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു ടീമിനോട് മാത്രം ഒരു ലോയൽറ്റി ഉണ്ടാകുന്നില്ല, മനസ്സിലായില്ല. പക്ഷേ അത് ഒറ്റ സംവിധാനത്തിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ കൂടി കളിക്കാർക്ക് ഒരു വലിയ ലീഗിൻ്റെ ഭാഗമായി മാറാനും അസോസിയേറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ഈ ലീഗുകളിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എത്തിച്ചേരാനും ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് ആകമാനം ഒരു പർപ്പസ് ഉണ്ടാവുകയും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ഒരു നിശ്ചിത സമയം മാത്രം അന്തർദേശീയ ക്രിക്കറ്റിംഗ് കലണ്ടറിൽ നിന്ന് മാറ്റിയെടുക്കുകയും മിച്ചമുള്ള സമയം വിശാലമായി പഴയ രീതിയിലുള്ള പോലെ അന്തർദേശീയ ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഏതായാലും IPL തുടങ്ങുന്ന വേളയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട IPL ടീം വിജയിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഭാവിയിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ക്രിക്കറ്റിനെ ആഗോളതലത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി IPL എന്ന മഹാ ടൂർണമെൻറ്റ് സഹായകരമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും നിർത്തുന്നു.